സമയം ഇപ്പം 6 മണിയായി. ഇപ്പോഴേ സമയം കിട്ടിയുള്ളൂ. നമ്മുടെ ഇവിടെ ആയിട്ട് കുറേ ദിവസമായിട്ട് നന്നായിട്ട് മഴ പെയ്തു. അത് കാരണം എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. ഹലോ ഗായ്സ്, നമ്മള് സ്ഥലം എത്താനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നൊരു സംശയമുണ്ട്. കടവിൽ നിന്നും റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് കള്ള് ഷാപ്പിന്റെ മുമ്പിൽ കൂടെ തുരുത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അല്ലേ? ഞങ്ങൾ എലന്തുകടം എത്താനായി. മലയോര ഹൈവേയിൽ കൂടെ വാഹനങ്ങൾ ഇങ്ങനെ കീറിപ്പാഞ്ഞ് വരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എലന്തുകടവ് എത്തി. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടു. എലന്തുകടവ് പെട്രോൾ പമ്പ്, എലന്തുകടവ് അങ്ങാടി. ഒരു ചെറിയ അങ്ങാടിയാണ്. നമ്മൾ പാലം കയറി അക്കരയ്ക്ക് പോകുന്നില്ല, പകരം നമ്മൾ പാലത്തിന് മുമ്പുള്ള റൈറ്റ് എടുത്ത് താഴോട്ട് പോവുകയാണ്. കാണുന്നതാണ് KTDCയുടെ ബിയർ പാർലർ ആൻഡ് ഹോട്ടൽ. തൊട്ട് താഴെ തന്നെ കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോൾ അതാ ഷട്ടിൽ കോർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷട്ടിൽ കോർട്ട് ഓപ്പൺ അല്ല. അങ്ങനെ നമ്മൾ ദൂരത്തേക്ക് എത്തുമ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്. നമ്മൾ ആ വീട്ടിലേക്ക് നേരെ ഓടിച്ച് കയറ്റാമെന്നാണ് വിചാരിക്കുന്നത്. മഴ വന്നപ്പോൾ കയറുന്നുള്ളേ, ആരും വിളിക്കുന്നു വേണ്ട. ഹലോ ഗായ്സ്, നമ്മളിവിടെ മഴയായിട്ട് പപ്പേൻ്റെ വീട്ടിലത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. പുഴയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇരവഞ്ഞിപ്പുഴ. ഇരവഞ്ഞിപ്പുഴ ഇങ്ങനെ ഒഴുകി വന്നിട്ടൊരു മല വന്നപ്പോൾ അത് തിരിഞ്ഞ് താഴേക്ക് ഒഴുകുന്ന സീനാണ്. ഇവിടെ മഴ പോയിട്ടുണ്ട്. അവിടുത്തെ ഇപ്പം പുഴ കാണാൻ പറ്റും. ഹലോ ഗായ്സ്, ഇവിടുന്ന് ഈ വെള്ളം അവിടുന്ന് ഇവിടുന്നും ഒഴുകി പോകുന്നത് മലയിൽ തട്ടിങ്ങനെ ഒഴുകി പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഭയങ്കര ഒഴുക്കാണ്. എന്ത് മലയായിട്ടാണ്. ഇരവഞ്ഞിപ്പുഴ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഒരു മലയിൽ തട്ടിയിട്ട് വലത്തേക്ക് തിരിഞ്ഞൊഴുകി പോകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഇപ്പം വൈകുന്നേരമായ കാരണം നമ്മുടെ വീഡിയോ ഇത്രയും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പം അങ്ങോട്ടുണ്ട്. അടുത്ത സൺഡേ